ഇതിവിടെ ഞാൻ ലൈനിങ് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജോയിൻ ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ ഷോൾഡർ അതുപോലെ ഇവിടെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തത് ഇവിടെ ചെറിയ ചെറിയ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്കിലുള്ള സ്ട്രിങ്ങും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചെയ്യാനുള്ളത് ഈ ലൈനിങ്ങിന്റെ മുകളിൽ നമ്മൾ മെയിൻ ഫാബ്രിക് ചെയ്ത് വെച്ചത് ഇതുപോലെ വെക്കും. ഇതുപോലെ വെക്കും. ഇതുപോലെ വെച്ച ശേഷം അതായത് റൈറ്റ് സൈഡ് ഇതുപോലെ മേലെ വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യും. ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യും. അത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ചെറിയ നോച്ച് ഇട്ട് കൊടുക്കും. ഈ കേർഡ് പാർട്സിലൊക്കെ നമ്മൾ നോച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയല്ല ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇവിടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കും. അതായത് ഈ ലൈനിങ്ങിന്റെ മുകളിലൂടെയാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ സ്റ്റിച്ച് കൊടുക്കും. ഇനി ഞാനത് സ്റ്റിച്ച് ചെയ്ത ശേഷം കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ രണ്ട് ആം ഹോളും ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഇതുപോലെ നോച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് മറിക്കണം. ഇപ്പം നമ്മൾ തല തിരിച്ചിട്ടാണല്ലോ ഉള്ളത്. ഇനി നമുക്ക് മറിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഈ ഹോൾ ഉണ്ടല്ലോ, അതിൽ കൂടെയാണ് ഞാൻ വലിക്കുക. ഇതെങ്ങനെ വലിച്ചെടുത്തു. ഒരു സൈഡ് വലിച്ചു. അതുപോലെ തന്നെ ഞാൻ അടുത്ത സൈഡും വലിച്ചെടുത്തു. ഇത് നിങ്ങൾ നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചുളിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്ക് പോർഷനെ ഇങ്ങനെ കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ ലൈനിങ്ങിന്റെ ഈ ഭാഗം ഇതുപോലെ നിർത്തി വെക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷന്റെ ഈ ഭാഗവും നിർത്തി വെക്കാം. എന്നിട്ട് ഇവിടെ എത്രയാണോ മാർജിൻ കൊടുക്കേണ്ടത്, ഞാനിവിടെ 1 ഇഞ്ചാണ് മാർജിൻ കൊടുക്കേണ്ടത്. ആ മാർജിൻ കൊടുത്ത ശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ട്രിങ്ങും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. സ്ട്രിങ് എടുത്തിട്ട് ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ സൈഡും ഇങ്ങനെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. സ്ട്രിങ്ങും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ മെയിൻ ഫാബ്രിക് ചുരുക്കിട്ട് കൊടുത്തിട്ടുള്ള ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാം. ഇത് റൈറ്റ് സൈഡ്സ് രണ്ടും ഫേസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇവിടെ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇത് ചുരുക്ക് കറക്റ്റ് അല്ല, അപ്പം ഞാൻ ഇതിൽ എക്സ്ട്രാ കുറച്ചും കൂടി ചുരുക്ക് ഞാൻ ഇട്ടിട്ടാണ് ചെയ്യേണ്ടാവുക. അതുപോലെ തന്നെ ഇതിപ്പോൾ റൈറ്റ് സൈഡ് അങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ഇത് ലൈനിങ്ങിൻ്റെ മുകളിൽ ബോട്ടം പോർഷൻ്റെ ലൈനിങ് വെക്കും. അതും റൈറ്റ് സൈഡ്സ് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. റൈറ്റ് സൈഡ്സ് ഇതാണ് ഇത് റോങ് സൈഡാണ്. അപ്പോൾ ഇത് റൈറ്റ് സൈഡ് ഫേസ് ചെയ്യുന്ന പോലെ വെച്ചിട്ട് അതിനും ഞാൻ ഇതുപോലെ ചുരുക്കിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യും. ഞാൻ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിലും ഞാൻ ബോട്ടവും ടോപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ അത് കഴിഞ്ഞ് ഞാനിവിടെ ഓവർലോക്കും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടിനും ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ മടക്കിയതിന് ശേഷം ഈ നല്ല ഫാബ്രിക്കും പിന്നെ ലൈനിങ് പീസും ഇവിടെ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കണം. അതെന്തിനാ വെച്ചാൽ ഈ ലൈനിങ് അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ഇൻവിസിബിൾ സിബും ഇതിന് കൊടുക്കും. ഇൻവിസിബിൾ സിബ്
ചെയ്യുന്ന ഭാഗം ഞാൻ കാണിക്കണില്ല, കാരണം ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി നമുക്ക് ബോ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 10 ഇഞ്ച് ചെസ്റ്റ്. ഫ്രോക്കിൻ്റെ ചെസ്റ്റ് 10 ഇഞ്ചാണ്. അപ്പോൾ അത്രയും തന്നെ വിഡ്ത്ത് വരുന്ന ബോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് 10 ഇഞ്ച് എക്സ്ട്രാ സീം എലവൻസ് ഒക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് 1 ഇഞ്ച് എക്സ്ട്രാ സീം എലവൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. 6.5 ഇഞ്ച് ഇൻറ്റു 2, അപ്പോൾ 13 ഇഞ്ച് ഉണ്ടാവും ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 13 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഇതിനൊരു ലൈനിങ് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ലൈനിങ്ങും റെഡ് കളർ തന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിന് ചുറ്റും ഇത് ഡബിൾ ഫോൾഡ് ആക്കി വെക്കണം, എന്നാലേ നമുക്ക് കുറച്ചൊരു സ്റ്റിഫ്നെസ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതിന് ചുറ്റും നമ്മളിത് സ്റ്റിച്ച് ചെയ്യും. ഇതിന് ചുറ്റും മിഡിൽ പോർഷനിലുള്ള ആ ഒരു ബാൻഡ് അതും ഞാൻ ഈ ഒരു സൈസ് ആക്ച്വലി ആവശ്യമില്ല, നമുക്ക് 1 ഇഞ്ചൊക്കെ മതി അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട്. അപ്പോൾ 1 ഇഞ്ചിൽ ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക. ഇത് ഞാൻ ലൈനിങ്ങിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ മടക്കി വെക്കുക. അതിനുശേഷം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ട ശേഷം ഇവിടെ മുതൽ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക, ഇവിടെ മുതൽ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഗ്യാപ്പുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ വെക്കുക. ഈ ബോ ഇങ്ങനെ വെച്ച ശേഷം ഈ അറ്റത്തും സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക, ഇവിടെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ 2 ഭാഗത്തും ഞാൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം എക്സ്ട്രാ ഹെംലൈൻ കട്ട് ചെയ്ത് കളയാം. ഇനി ഈ ഹോളിലൂടെ ഇത് പുറത്തേക്ക് മറിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് അയൺ ചെയ്യണം. പിന്നെ ഞാൻ ആ ബാൻഡും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ അയൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ഞൊറി കൊടുക്കുക. നൂല് വെച്ചിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ലോക്ക് ചെയ്യാം. ഇനി ഈ മിഡിൽ ബാൻഡ് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കണം. ആ ഫോൾഡിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഈ ഭാഗവും ഇതുപോലെ മടക്കിയിട്ട് എക്സസ് ആയിട്ടുള്ള ഫാബ്രിക് കട്ട് ചെയ്യുക. ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ ഞാനിത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇനി നൂല് ഇതുമെന്ന് കട്ട് ചെയ്തെടുക്കണില്ല. ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ പൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്രോക്കിലേക്ക് ഞാൻ ഈ ബോ വെച്ചു കൊടുക്കും.
ഇവിടെ വെച്ചിട്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോ ഇവിടെ മിഡിൽ പോർഷൻ അറ്റാച്ച് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബോ ഇങ്ങനെ മടങ്ങി പോവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാക്കിൽ ഇൻവിസിബിൾ സിപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഫിനിഷ് ചെയ്ത ശേഷം ഓവർലോക്ക് കൊടുത്തു. ഇങ്ങനെയാണ് ഇൻവിസിബിൾ സിപ്പിൻ്റെ താഴ്ഭാഗം ഫിനിഷ് ചെയ്യേണ്ടത്.